കോഴിക്കോട് മാറാട് വെളിച്ചെണ്ണ കടയിലുണ്ടായ തീപിടുത്തം ഇപ്പോഴും അണയ്ക്കാനായിട്ടില്ല. 9 യൂണിറ്റ് അഗ്നിരക്ഷാ സേനയാണ് പരിശ്രമം തുടരുന്നത്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ഇപ്പോഴും കോഴിക്കോടുണ്ടായ ഈ ഒരു തീപിടുത്തം അണയ്ക്കാൻ സാധിച്ചിട്ടില്ലേ? വലിയ നാശനഷ്ടമാണോ ഉണ്ടായിട്ടുള്ളത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും കോഴിക്കോട് മാറാട് വെസ്റ്റ് മാറാട് ഉള്ള വെസ്റ്റ് മാഹിയിലുള്ള ഓയിൽ മില്ലിലാണ് ഇന്നലെ രാത്രി 10:30 തീപിടുത്തമുണ്ടായത്. ഇപ്പോൾ ഏകദേശം അത് 10 മണിക്കൂറിലധികം പിന്നിടുകയാണ്. 10 മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ പോലും പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല. കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 9 യൂണിറ്റോളം അഗ്നിരക്ഷാ സേന ആ ഒരു പരിശ്രമം തുടരുകയാണ്. ഇന്നലെ രാത്രി 10:30 രേണുക ഓയിൽ ആൻഡ് ഫ്ലോർ മിൽ എന്ന പേരിലുള്ള ഈ സ്ഥാപനത്തിന് തീപിടുത്തമുണ്ടായത്. ഇതിന്റെ മുൻവശത്തായിരുന്നു ആദ്യം തീപിടർന്നത്. ഇവിടെ സമീപത്ത് നിർത്തിയിട്ട ലോറി പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തു. ഉടൻ തന്നെ വിവരമറിഞ്ഞ ഉടനെ തന്നെ മീഞ്ചതയിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേന എത്തി മുൻഭാഗത്തെ തീ നിയന്ത്രണ വിധേയമാക്കുമ്പോഴേക്കും പിറകുവശത്തുകൂടി തീ മറ്റ് ഭാഗങ്ങളിലേക്ക് കൂടി പടരുകയായിരുന്നു. മാത്രമല്ല പിന്നീട് അവിടെയുള്ള മറ്റ് വാഹനങ്ങൾ സുരക്ഷിതമാക്കുക എന്നൊരു ദൗത്യമായിരുന്നു അഗ്നിരക്ഷാ സേനയ്ക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോഴും അവിടെ ഈ ഒരു തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള പരിശ്രമങ്ങൾ തുടരുകയാണ്. കാരണം വെളിച്ചെണ്ണ കടയായതുകൊണ്ട് തന്നെ തീ നിയന്ത്രിക്കാൻ വലിയ പാടാണ് പെടുന്നത്. അഗ്നിരക്ഷാ സേനയുടെ വലിയ ദൗത്യം ഇപ്പോഴും തുടരുകയാണ്. ശരി, വ്യക്തമാണ്. കോഴിക്കോട് മാറാട് വെളിച്ചെണ്ണ കടയിലുണ്ടായ തീപിടുത്തം ഇപ്പോഴും അണയ്ക്കാനായിട്ടില്ല എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. 9 യൂണിറ്റ് അഗ്നിരക്ഷാ സേനയാണ് ഇപ്പോഴും പരിശ്രമം തുടരുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്.